അങ്ങനെ നമ്മുടെ ഫസ്റ്റ് സ്റ്റെപ്പ് കംപ്ലീറ്റ് ആയിരിക്കുകയാണ്. CUETയുടെ ആപ്ലിക്കേഷൻ നമ്മൾ കൊടുത്തു കഴിഞ്ഞു, അതുപോലെ കറക്ഷനും നമ്മൾ ചെയ്തു കഴിഞ്ഞു. സോ അടുത്ത് നമ്മുടെ മനസ്സിലേക്ക് വരുന്ന ഒരു വലിയ ഡൗട്ടാണ്, വാട്ട് ഈസ് നെക്സ്റ്റ്? ഇനി എന്താണ് ചെയ്യാനുള്ളത്, അല്ലെങ്കിൽ ഇനി എന്താണ് വരാൻ പോകുന്നത്? നമുക്ക് എല്ലാവർക്കും അറിയാം, നമ്മുടെ ആപ്ലിക്കേഷൻ കൊടുത്തു കഴിഞ്ഞാൽ ഇനി അതിൻ്റെ സ്ക്രൂട്ടണി ആയിരിക്കും നടക്കുന്നത്. അതായത് NTA അതിനെല്ലാം സൂക്ഷ്മമായി പരിശോധിച്ചതിന് ശേഷം നിങ്ങൾക്ക് അലോട്ട് ചെയ്യുക, അതായത് എക്സാം സെൻറ്റർ അലോട്ട് ചെയ്യുക എന്ന് പറയുന്നതാണ് സ്റ്റെപ്പായിട്ട് വരുന്നത്. സോ നമുക്ക് ഇനി അടുത്ത് വരാൻ പോകുന്നത് സിറ്റി ഇൻറ്റിമേഷൻ ആയിരിക്കും. അതായത് ഏത് സിറ്റിയിൽ വെച്ചിട്ടാണ് നിങ്ങൾക്ക് എക്സാം നടക്കാൻ പോകുന്നത് എന്നുള്ള ഒരു അനൗൺസ്മെൻ്റ് ആയിരിക്കും നിങ്ങൾക്ക് വരുന്നത്. അത് ഉടനെ വരില്ല, നിങ്ങളുടെ എക്സാമിനോട് അടുത്ത ദിവസങ്ങളിലായിരിക്കും നിങ്ങൾക്കത് കിട്ടുക. സോ ഏകദേശം നമുക്ക് എക്സാം നടക്കുന്നതിന് ഒരാഴ്ച മുന്നേ തന്നെ നമുക്ക് അറിയാൻ പറ്റും എവിടെ വെച്ചിട്ടാണ് നമ്മുടെ എക്സാം നടക്കാൻ പോകുന്നത് എന്നുള്ളത്. നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം, ഇതൊരു CBT ബേസ്ഡ്, അതായത് കമ്പ്യൂട്ടർ ബേസ്ഡ് ടെസ്റ്റ് ആയതുകൊണ്ട് തന്നെ നമുക്ക് തൊട്ടടുത്തുള്ള സ്ഥലത്ത് ചിലപ്പോൾ കിട്ടണമെന്നില്ല. അപ്പോൾ കുറച്ച് അകലെയൊക്കെ ആയിട്ടുള്ള സിറ്റികളിലായിരിക്കാം ചിലപ്പോൾ എക്സാംസ് നടക്കുന്നത്. ഓക്കെ, സോ അതുകൊണ്ട് തന്നെ അങ്ങനൊരു പ്രിഫറൻസ് എപ്പോഴും മനസ്സിൽ വെച്ചോളണം, അതിന് നിങ്ങൾ സജ്ജരായിരിക്കണം. അത് കഴിഞ്ഞിട്ട് നമ്മുടെ അഡ്മിറ്റ് കാർഡ് വരും. സോ അഡ്മിറ്റ് കാർഡ് ഡൗൺലോഡ് ചെയ്യുക. അതിനകത്ത് കുറച്ച് കാര്യങ്ങൾ ഫില്ല് ചെയ്യാനുണ്ട്, ഫോട്ടോയൊക്കെ ഒട്ടിക്കാനുണ്ട്. അപ്പോൾ അങ്ങനെ കുറച്ച് പ്രോസസ്സ് അതിനകത്തുണ്ട്. അപ്പോൾ അത് നമുക്ക് അഡ്മിറ്റ് കാർഡ് വന്നു കഴിയുമ്പോൾ എന്തൊക്കെയാണ് അതിനകത്ത് ഫില്ല് ചെയ്യേണ്ടത്, എങ്ങനെയൊക്കെയാണ് ചെയ്യേണ്ടത്, അത് ഡീറ്റെയിൽ ആയിട്ട് നിങ്ങൾക്ക് പറഞ്ഞുതരാം. പക്ഷെ ഒരു കാര്യം ഞാൻ ഇപ്പോഴേ പറയുകയാണ്, അഡ്മിറ്റ് കാർഡ് എക്സാം കഴിഞ്ഞതിന് ശേഷവും ചിലപ്പോൾ നമ്മുടെ അലോട്ട്മെന്റ് പ്രോസസ്സിൽ നമ്മുടെ അഡ്മിഷന് പോകുമ്പോൾ ആവശ്യമായിട്ട് വരും. അതുകൊണ്ട് അഡ്മിറ്റ് കാർഡ് എക്സാം കഴിഞ്ഞതിന് ശേഷവും സൂക്ഷിച്ച് വച്ചിരിക്കണം. ഒരു കാരണവശാലും അത് കളയരുത്. അവസാനം നമുക്ക് ഡൗൺലോഡ് ചെയ്യാൻ ചിലപ്പോൾ ഓപ്ഷൻ ഇല്ല എന്നുണ്ടെങ്കിൽ നമ്മൾ ചിലപ്പോൾ പെട്ടുപോകും. അതുകൊണ്ടാണ് അതിനൊരു സേഫ് സൈഡ് ഞാൻ ഇപ്പോഴേ പറഞ്ഞുതരാം. നിങ്ങൾ ഈ അഡ്മിറ്റ് കാർഡ് വരുമ്പോൾ അതിൻ്റെ PDF ഡൗൺലോഡ് ചെയ്തിട്ട് നിങ്ങളുടെ ഡ്രൈവിലേക്ക് ഇതിനൊന്ന് കോപ്പി പേസ്റ്റ് ചെയ്തിട്ടേക്കുക. ഓക്കെ, അവിടെ ഒന്ന് സേവ് ചെയ്തിട്ട് കഴിഞ്ഞാൽ നിങ്ങൾക്ക് പിന്നീട് ഡൗൺലോഡ് ചെയ്ത് അത് റീയൂസ് ചെയ്യാനായിട്ട് സാധിക്കും. ഈവൻ നമ്മുടെ സിഗ്നേച്ചറോ അല്ലെങ്കിൽ നമ്മുടെ ഫോട്ടോ ഒന്നും ഇല്ലാത്തതാണെങ്കിൽ പോലും നമുക്കത് എക്സാമിന് വന്ന നമ്മുടെ ഒരു അഡ്മിറ്റ് കാർഡ് ഉണ്ടല്ലോ, അത് അഡ്മിഷൻ പ്രോസസ്സിന് ചിലപ്പോൾ ആവശ്യമായിട്ട് വരും. അപ്പോൾ അതുകൊണ്ട് ഈ ഒരു സേഫ് സൈഡ് എല്ലാവരും ഓർത്തുകൊള്ളുക. അത് അഡ്മിറ്റ് കാർഡ് വരുന്ന സമയത്ത് സെപ്പറേറ്റ് ആയിട്ട് പറഞ്ഞു തരാം, പക്ഷെ ഇപ്പോഴേ ഞാനത് ഓർമ്മിപ്പിക്കുന്നതാണ്. അത് നിങ്ങൾ എന്തായാലും മനസ്സിനകത്ത് സൂക്ഷിക്കുക. അത് കഴിയുമ്പോൾ നമ്മുടെ എക്സാമിനേഷനാണ്. എക്സാമിനേഷൻ കഴിയുമ്പോൾ പിന്നെ നമ്മുടെ മാർക്ക് അനൗൺസ്മെൻറ്റും റാങ്ക് കാർഡ് വരലും, അത് കഴിഞ്ഞിട്ട് നമ്മുടെ അലോട്ട്മെന്റ് പ്രോസസ്സിലേക്കാണ് നമ്മൾ പിന്നെ പോകുന്നത്. സോ ഇത്രയൊക്കെയാണ് ഇനി നിങ്ങളെ വെയിറ്റ് ചെയ്യുന്ന കാര്യങ്ങൾ. അപ്പോൾ ഇതിലേക്ക് നമ്മൾ കടക്കുമ്പോൾ ഓരോ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പായിട്ട് പറഞ്ഞു തരാം. അപ്പോൾ മക്കളെ, അപ്ഡേറ്റഡ് ആയിട്ടുള്ള ഡീറ്റെയിൽസ് കിട്ടാൻ വേണ്ടി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. അപ്പോൾ നമുക്ക് മറ്റൊരു വീഡിയോയിൽ വീണ്ടും കാണാം.